കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ വ്യവസായി അനീഷ് ബാബുവിനെതിരെ ഇഡി കുറ്റപത്രം നൽകി. വിദേശത്തു നിന്ന് കശുവണ്ടി ഇറക്കുമതി ചെയ്തു നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പലരിൽ നിന്നായി പണം തട്ടിയെടുത്തെന്നാണ് കേസിൽ അനീഷ് ബാബു റിമാൻഡിലാണ്. ഇ.ഡി. സമൻസുകളിൽ ഹാജരാകാതെ ഒളിവിൽ പോയ അനീഷ് ബാബു ജനുവരിയിൽ എറണാകുളം പച്ചാളത്ത് നിന്നായിരുന്നു അറസ്റ്റിലായത്. ആഫ്രിക്കയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കശുവണ്ടി ഇറക്കുമതി ചെയ്ത് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയതായാണ് കേസ്. 25 കോടിയോളം രൂപയാണ് തട്ടിയത്. അനീഷ് ബാബുവിനെയും അമ്മ അനിതാ ബാബുവിനെയും പ്രതിയാക്കിയുള്ള കുറ്റപത്രം കലൂർ PMLA കോടതിയിലാണ് സമർപ്പിച്ചത്. അനീഷിന്റെ സ്വത്തുക്കൾ ഇ.ഡി. കണ്ടുകെട്ടിയിരുന്നു. അനീഷിനെതിരെ 5 ക്രൈംബ്രാഞ്ച് കേസുകളുണ്ടായിരുന്നു. തുടർന്നാണ് കള്ളപ്പണ ഇടപാടുകളിൽ ഇ.ഡിയും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അനീഷ് ബാബുവിനും അമ്മ അനിതാ ബാബുവിനും ഇ.ഡി. നിരവധി സമൻസുകൾ അയച്ചിട്ടും ഹാജരാകാത്തതിനെ തുടർന്ന് അന്വേഷണ സംഘം കോടതിയെയും സമീപിച്ചിരുന്നു. അനീഷ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയതാണ്. കേസ് ഒതുക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന അനീഷിന്റെ പരാതിയിൽ ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറിനെ പ്രതിയാക്കി വിജിലൻസ് കേസ് എടുത്തിരുന്നെങ്കിലും ശേഖർകുമാറിനെതിരെ തെളിവുകൾ ലഭിച്ചിരുന്നില്ല. ജനം, കൊച്ചി.